ഹായ് നമസ്തേ. തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ ടൗണിനടുത്ത് തന്നെ നല്ലങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം ഒരു 1.5 വർഷം മുൻപ് ഇവിടെ നല്ലങ്കരയിലുള്ള ഒരു തകർന്ന ധന്വന്തരി ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അന്ന് ആ സമയത്ത് ചെയ്യുമ്പോൾ സോപാനത്തിൻ്റെ ഭാഗവും ഒരു ചെറിയൊരു പീഠവും നമ്മുടെ ശ്രീകോവിലിൽ നിന്നിരുന്ന ഒരു തറയുടെ ഒരു മൺകൂന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ ആൾക്കാർ അതൊരു പുനരുദ്ധാരണം ചെയ്യാനുള്ളൊരു ശ്രമവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവരന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ പഴയ കിണറുണ്ട്. ആ കിണറിൽ വിഗ്രഹമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു. നമ്മൾ 1.5 വർഷം മുൻപ് ചെയ്ത വീഡിയോയിൽ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം അതിനുശേഷം ക്ഷേത്രത്തിനോട് ചേർന്ന് അവിടെ അവർ കിണർ കുത്തി. അപ്പോൾ കിണർ കുത്തിയപ്പോൾ വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടി. ഇപ്പം ഇന്ന് 17/1/2024 ആ ഒരു ക്ഷേത്രത്തിലെ കിട്ടിയ വിഗ്രഹം ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠ നടത്തിയിട്ട് ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ആ ചേട്ടന്മാരെ വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. മുൻപ് ചെയ്ത ഈ ഒരു ക്ഷേത്രത്തെ പറ്റി മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും കയറി ഒന്ന് കാണണം. അപ്പോൾ നല്ലങ്കരയിലുള്ള ഈ ഒരു ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പഴയ വീഡിയോ കണ്ടിരുന്നവർക്കറിയാം. ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ. ഈ കാണുന്നതാണ് ആ ഒരു ശ്രീകോവിലിൽ നിന്നിരുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ശരിക്കും ഒരു മൺകൂന മാത്രമേ ഉള്ളൂ. ആ മുകളിൽ കാണുന്ന ഒരു കല്ലും പിന്നെ ആ സോപാനത്തിൻ്റെ ഭാഗവും മാത്രമേ നമ്മൾ മുൻപ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് കിണർ. ഈ കിണറാണ് ഇപ്പോൾ രണ്ടാമത് കുഴിച്ചപ്പോഴാണ് ആ ഒരു വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയും കാഴ്ചകളും ആ വിഗ്രഹത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഇന്ന് ഇവിടെ ഈ നാട്ടിലുള്ള കുറച്ച് കുട്ടികൾ ചെണ്ടമേളത്തിൻ്റെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചേട്ടാ പേര് പറഞ്ഞ? ശിവദാസ് എന്നാണ് എൻ്റെ പേര്. ഞാനിവിടെ ദേശത്തെ ജോത്സ്യനാണ്. ഈ സ്ഥലത്ത് ഇങ്ങനെ ദേശവാസികളിൽ അത്യധികമായിട്ടുള്ളതായ ദാരുണമായിട്ടുള്ളതായ വിഷമങ്ങൾ ഉണ്ടാവുക കാരണങ്ങൾ ഈ പ്രദേശവാസികൾ ഒരുമിച്ച് കൂടുകയും അവർക്കൊരു എന്താണ് ഈ അഹിതങ്ങൾക്ക് കാരണം എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരു പ്രശ്നം വെക്കണം എന്നുള്ളത് ഒരു ചിന്ത ഉദിക്കുകയും അങ്ങനെ ഇവിടെ ഈ ഇടിഞ്ഞു പോയുള്ളതായ ഈ ക്ഷേത്രത്തിൽ നിന്നുള്ളതായ പല ദോഷാനുഭവങ്ങളും അവർക്ക് നേരിൽ ഉണ്ടാവുക കൊണ്ടും പലതായിട്ടുള്ളതായ അത്ഭുതമുള്ള സംഭവങ്ങളും അവരിൽ ഉണ്ടാവുക കാരണം കൊണ്ടും അവർ ഞങ്ങളെ സമീപിക്കുകയും അങ്ങനെ ഇവിടെ ഒരു അഷ്ടമല പ്രശ്നം ഇവിടെ കൊറോണയ്ക്ക് മുമ്പ് ആരംഭിച്ച് കൊറോണ കാരണം കൊണ്ട് അത് നീണ്ടുപോയി 2022 2 പ്രാവശ്യം മാറ്റി വെച്ച് 2022 പിന്നത് 3 പ്രാവശ്യം താമരശ്ശേരി വിനോദ് പണിക്കരും ദേവിദാസനും കൂടി പിന്നെ ഞാനും ദേശത്തായിട്ടുള്ള ഞാനുമായിട്ട് കൂടി ഇവിടെ ഒരു അഷ്ടമല പ്രശ്നം വയ്ക്കുകയും അതിൽ പ്രകാരം ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നുള്ളതായ ഈ ദേവതയുടെ ചൈതന്യം ഇവിടെ ഇപ്പോഴും നിലവിലുണ്ടെന്നും 800 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നശിച്ചു പോയിട്ടുള്ളതായ ഈ ചൈതന്യം ഇവിടെ ഇന്നും നിലവിലുണ്ടെന്നും അത് ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് കാണുന്നതായ ഈ കിണറിൻ്റെ ഉള്ളിൽ അന്ന് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലഘട്ടത്തോ ഇല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്താലോ നശിക്കപ്പെട്ടുള്ളതായ അംഗവൈകല്യങ്ങളോട് കൂടിയുള്ളതായ ഒരു വിഗ്രഹം ഈ കിണറിൻ്റെ ഉള്ളിലുണ്ടെന്നും അതിൽ നിന്ന്
ഖനനം ചെയ്ത് അത് കണ്ടെടുക്കുകയും ആ ക്ഷമാപ്രശ്നപ്രകാരം അതിൽ നിന്ന് പറഞ്ഞത് പ്രകാരം ഈ കിണർ കുഴിച്ച് കിണർ സ്ഥാനം കണ്ട് വേഴപ്പറമ്പ് തിരുമേനി വന്ന് കിണർ സ്ഥാനം കാണുകയും ആ സ്ഥാനം കണ്ട് ഇവിടെ കിണർ കുഴിച്ച് അതിൽ നിന്ന് കിണർ ഖനനം ചെയ്ത് അതിൽ നിന്ന് ഈ വിഗ്രഹം കണ്ടെടുക്കുകയും നമ്മളിപ്പോ ഈ കാണുന്ന വിഗ്രഹം ഈ കിണറിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ ഏകദേശം 1 വർഷം മുൻപ് 1.5 വർഷം മുമ്പ് ക്ഷേത്രത്തിന്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ അന്ന് കിണറുണ്ടായിരുന്നില്ല, ആ തറയും ആ സോപാനൊക്കെ ഉണ്ടായുള്ളൂ. അപ്പൊ അതിനുശേഷമാണ് കിണർ നമ്മൾ കുഴിച്ചത്. അതിനുശേഷമാണ് വാസ്തുവിദഗ്ധനായുള്ളതായ വേഴപ്പറമ്പ് തിരുമേനിയെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനം കണ്ട് ഇതിൽ കിണറുണ്ടെന്നും ആ കിണർ ഇന്ന ഭാഗത്താണെന്ന് പറയുകയും അവിടെ തന്നെ അത് ഖനനം ചെയ്ത് അതിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതായ ഈ വിഗ്രഹമാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇതിലും കൂടുതൽ ഇതിലുണ്ട്, ഇതിലുണ്ട് ഇനിയുണ്ട്. പക്ഷെ അത് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. കാരണം ഇത് എടുക്കും തോറും അതിൽ നിന്ന് ഖനനം ചെയ്യും തോറും ഇതില് അങ്കിടിയാണ്. ആ അങ്കിടിയാണോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്നതായിട്ടുള്ളതായ ഈ വസ്തുതകളെല്ലാം ഇപ്പോൾ ഇവിടെ പുറത്തുണ്ട്. ഇപ്പൊ എന്തൊക്കെ കിട്ടിയപ്പോ അന്ന് ഒരു കുടം, ഈ പൂജാ സാധനങ്ങൾ വെച്ചിരുന്ന കുടങ്ങളും പിന്നെ കുറെ ഈ ക്ഷേത്ര സംഘത്തിലുള്ളതായിട്ടുള്ള കുറെ പീഠങ്ങളും അങ്ങനെ കുറച്ച് വസ്തുക്കളൊക്കെ കിട്ടുന്നുണ്ട്. അതെല്ലാം അതിന്റെ ഇപ്പൊ അവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിപ്പോ ഇന്നിപ്പോ ബാലാലയത്തിലേക്ക് ഇപ്പൊ മാറ്റും. ഈ വിഗ്രഹം മാറ്റും. ഈ വിഗ്രഹം ഇപ്പൊ ബാലാലയത്തിലേക്ക് മാറ്റിയിട്ട് അടുത്തൊരു ക്ഷേത്ര നിർമ്മാണം കൂടി ഇത് മാറ്റുള്ളത്. അതുവരെ ഈ ബാലാലയത്തിലേക്ക് ഇത് മാറ്റി ഇനി ക്ഷേത്ര നിർമ്മാണങ്ങൾ ആരംഭിക്കാനുള്ള പ്രക്രിയകൾ ആരംഭിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ബാലാലയത്തിലേക്ക് മാറ്റുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ അഭിഷേകങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാനെ ഈ ക്ഷേത്ര ബാലാലയത്തിലേക്ക് മാറ്റിവെക്കും. ഇപ്പം നമ്മളിപ്പോൾ ഈ വിഗ്രഹം ഈ കിണറിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം എത്ര കാലമായി, എത്ര നാളായി? ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുള്ളൂ. 1 വർഷമായി നമ്മൾ വീഡിയോ ചെയ്തതിന്. അതെ 1 വർഷമായിട്ടുള്ളൂ. അതിൽ ഈ 1 വർഷം നമ്മൾ ഇവിടെ ഇതിപ്പോൾ ഈ എല്ലാ മാസത്തിലും മാസപൂജ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ എല്ലാവരും സഹകരിച്ച് ഇവിടെ മാസപൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും സഹായത്തോടെ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ വളരെ ജനസഹായത്തോടു കൂടി കണ്ടില്ലേ ഇത്രമാത്രം ജനങ്ങൾ ഇവിടെ വന്ന് ചേരുകയാണ്. അപ്പോൾ ഭയങ്കര വന്നു ചേരുന്നവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടുള്ളതായ പല അനുഭവങ്ങളും ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പലരും വന്ന് പ്രാർത്ഥിച്ച് പലരുടെ അസുഖങ്ങൾ മാറുകയും പലർക്കും പല ദിവ്യമായിട്ടുള്ള അനുഭവങ്ങളും ഈ ഇതിൽ നിന്നുണ്ടായിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ നല്ല അനുഭൂതി നടന്നിരുന്ന ഒരു ക്ഷേത്രമായിരിക്കാം. നമുക്കറിയില്ല ഏത് കാലത്താണ് അത് നശിച്ചു പോയി എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇനി പല നമുക്കുള്ള ഈ ദുരിതങ്ങൾ പോലെ നമ്മൾ മനുഷ്യന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ അമ്പലം പ്രതിഷ്ഠിക്കുന്നത്. ഓരോരുത്തർക്ക് അവരുടെ ധനസ്ഥിതി പോലെ ഓരോ അമ്പലത്തിന് നമ്മുടെ രക്ഷയ്ക്കായിട്ട്, നമ്മുടെ ദേശരക്ഷയ്ക്കായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, നാടിൻ്റെ രക്ഷയ്ക്കൊക്കെ ആയിട്ട് ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മളൊപ്പം നിൽക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ അമ്പലവും നമ്മൾ ഓരോ ദിക്കിലും പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് നമ്മൾ അന്ന് അവരോട് മാസങ്ങളായിട്ടും വാർഷികമായിട്ടും ഒക്കെ ചെയ്തു കൊടുക്കാമെന്ന്, അതിൻ്റെയൊക്കെ ഒരു പോരായ്മ കൊണ്ടും പിന്നെ ഈ മനുഷ്യന്മാരുടെ പോലെയല്ലേ നമ്മൾ മനുഷ്യന്ന് വിചാരിച്ചിട്ട് സങ്കല്പിച്ചിട്ടാണ് അത് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈശ്വരന്മാരായാലും കൃഷ്ണനായാലും ശിവനായാലും എല്ലാവർക്കും കർമാഹീനന്മാരാണ് അവരൊക്കെ. കൃഷ്ണനും ശിവനും ബ്രഹ്മാവും ഒക്കെ കർമാഹീനന്മാരാണ്. അപ്പോൾ ഈ കർമ്മം കൊണ്ട് അവർക്ക് ഓരോ കാലത്ത് ഓരോ ദശകൾ വരുന്നു, ദശകൾ എല്ലാവർക്കും വരും. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. ഈ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുർദശയായിരുന്നത്തെ കാലം അവർക്കൊരു നമ്മൾ ശനിദശാന്നോ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ അതിനൊക്കെ പേര് വിട്ട് വിളിക്കും. ആ ദേശം അങ്ങനെ ഒരു കഷ്ടകാലമായിരുന്നു ഈ അമ്പലത്തിൽ. നമുക്കുണ്ടാവില്ല കുറച്ച് കാലം കഷ്ടകാലം മനുഷ്യന്മാർക്ക്. അതേപോലെ മനുഷ്യന്മാരുടെ ഇടയിൽ വന്ന് നമ്മൾ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് പ്രതിഷ്ഠിക്കുമ്പോൾ ആ മാനുഷിക മനസ്സോടെയാണ് ഇവിടെ ഈശ്വരന്മാർ വന്ന് നമ്മുടെ ഒപ്പം. നമ്മൾക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ ഉപാധിയിൽ കൂടെ ഒരു ബിംബത്തിൻ്റെ രൂപത്തിൽ നമുക്ക് പലർക്കും അത് മാനസികമായിട്ട് മനസ്സിലെല്ലാം കാണാനുള്ള കഴിവുണ്ടാവാം. പലർക്കും അത് കഴിവില്ലാത്തൊരു കാലം വന്നപ്പോൾ അതിനൊരു ഉപാധി ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനൊരു ബിംബമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ബിംബമായിട്ടൊരു കാണാവുന്ന രൂപത്തിലായാൽ കുറച്ചും കൂടി ആരാധിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട് എന്നുള്ളൊരു നിലയ്ക്കാണ് അങ്ങനെ ഒരു ഉപാധി ഉണ്ടാക്കിയത് അന്നത്തെ ആചാര്യന്മാരെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നു. അങ്ങനെ ആവർത്തിച്ചിങ്ങനെ നമ്മളിങ്ങനെ അതിനെ ആചരിച്ച് വന്നപ്പോൾ അതിലാണ് പറഞ്ഞത് ഞാനിങ്ങനെ ചില കർമാധീനത കൊണ്ട് അവർക്ക് ഈ ദേവന്മാർക്കും ഇങ്ങനെ ചില കഷ്ടകാലങ്ങൾ വന്നു. അപ്പോൾ ആ കഷ്ടകാലം നമ്മളിതൊരു ഇവിടുന്ന് അങ്ങോട്ട് ഈ കുറേശ്ശായിട്ട് ഇല്ലാണ്ടേ വേണം. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിവിടെ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇത്ര കാലം നമ്മൾ നാമജപത്തോടെയും ഇവിടുത്തെ മാസപൂജയെക്കൂടെയും പിന്നെ അടുത്തൊരു ഘട്ടമാണ് നമ്മൾ കുറച്ചും കൂടിയും ഇത്രയും കാലം കഴിയുന്ന ഒരു ഘട്ടത്തോടു കൂടി നമ്മളിവിടെ അമ്പലം പണിയാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ അതിന് മുമ്പേ ഇവിടുന്ന് ഒന്ന് ഈ ദേവനെ ഒന്ന് കുറച്ചൊന്ന് മാറിയിരുന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ പണിയാൻ പറ്റുള്ളൂ, ഈ അമ്പലം പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്പലം പണിയാന്നുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ഇവിടെ നിന്ന് മാറി നിന്ന് തന്നാൽ കുറച്ചേറെ ഇരുന്നാൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അതിന് നമുക്കതിന് അനുവാദം തന്ന് നമ്മളെ അനുഗ്രഹിക്കണം. നമ്മൾ ഒരു മാസം കൊണ്ട് 1 മാസം മുതൽക്ക് 12 കൊല്ലം വരെയുള്ള ഒരു കാലാവധിയൊക്കെയാണ് പറയുന്നത്. ആ കാലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ അമ്പലം പ്രതിഷ്ഠിച്ച് അമ്പലത്തിൻ്റെ പുതിയ പണികളൊക്കെ കഴിച്ച് പുതിയ ശ്രീകോവിലുണ്ടാക്കി അതിൻ്റെ അനുകാരികളായിട്ടുള്ള മറ്റേ വല്യമ്പലം എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി നമ്മളിവിടെ പൂർവ്വസ്ഥിതിയിൽ പ്രതിഷ്ഠിച്ചോളാം എന്ന് നമ്മളിവിടെ ഈ ദേവൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ അനുജ്ഞ. അപ്പോൾ ആ ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു അനുജ്ഞ കലശം എന്നുള്ള നിലയ്ക്ക് ചെറുതായിട്ടൊരു കലശം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇവിടുത്തെ ഈ സ്ഥിതി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലൊരു കലശമൊക്കെ കഴിച്ചു. ആ കലശം കഴിഞ്ഞ് ഇനി നമ്മളങ്ങ് എടുത്തു വയ്ക്കുകയാണ്. അനുജ്ഞ കലശം നമ്മൾ അനുജ്ഞ എന്ന് വെച്ചാൽ അനുവാദം വാങ്ങിക്കലാണ്. അപ്പോൾ നമ്മൾ ഈ അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ പരമാവധി അതിന് എല്ലാവരും പങ്കുകൊണ്ടു. ഇനി നമ്മളിവിടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു മാസം നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ഒരു കൊല്ലം കൊണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ 1 കൊല്ലം കൊണ്ട് പറ്റിയിട്ടാണെന്ന് നമ്മൾ 12 കൊല്ലം വരെ അവധിയുണ്ട്. പക്ഷെ 12 കൊല്ലം 12 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ച് വലിയൊരു അവധിയാകും. അത് നമുക്കൊരു അവധാനത നമ്മുടെ മനസ്സിൽ വരും. 12 കൊല്ലം ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. 12 കൊല്ലം നമ്മൾ വിചാരിക്കേണ്ട, ഒരു 5-6 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ?
ഇവിടെ ഇരുന്നിരുന്ന വിഗ്രഹമാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ എടുത്തിട്ട് പണിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ബാലാലയത്തിലേക്ക് മാറ്റുന്നത്. ഇവിടെയാണ് ബാലാലയം വരുന്നത്, ഇവിടേക്കാണ് ഇപ്പൊ മാറ്റുന്നത് കേട്ടോ. അതിന്റെ ചടങ്ങുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വിഗ്രഹം എടുത്ത് ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠ കഴിഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ ഈ കിണർ കുഴിച്ച സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടിയത്? കിണർ കുഴിച്ചപ്പോൾ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് ആ വിഗ്രഹം അബുജാങ്കർ സിരസ്യ എന്ന് പറയാം. അതായത് തലയും കാലും ഒന്നുമില്ലാത്ത ഒരു വിഗ്രഹമാണ് നമുക്ക് കിട്ടിയുള്ളത്. തല വേറെയായിട്ട് വിഗ്രഹം ഉടല് വേറെയായിട്ട് പാദങ്ങളൊന്നും കിട്ടിയില്ല. അതിന്റെ കൂടുതൽ നമുക്ക് ഖനനങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനെന്താ പറയണേ? അബുജാങ്കർ സിരസ്യ ജ്യോതിഷത്തിൽ പറയുന്ന ഒരു വാക്കാണ് അബുജാങ്കർ സിരസ്യാൽ. ഭുജങ്ങളും കൈകളും കാലുകളും ശിരസ്സൊന്നും ഇല്ലാത്ത ഒരു വേർപെട്ട ഒരു വിഗ്രഹമാണ് നമുക്ക് കിട്ടിയുള്ളത്. അബുജാങ്കർ സിരസ്യാൽ. അത് ജ്യോതിഷത്തിലുള്ള ഒരു വാക്കാണ്. അപ്പൊ അത് അബുജാങ്കർ സിരസ്യാൽ അങ്ങനെയുള്ളതായ ഒരു ഇതാണ് നമുക്ക് കിട്ടിയുള്ളത്. കയ്യും കാലൊന്നും ഇല്ലാത്ത, തലയൊന്നും ഇല്ലാത്ത, എല്ലാം വേർപെട്ട രീതിയിലാണ് നമുക്ക് കിട്ടിയുള്ളത്. അപ്പോൾ ഈ വിഗ്രഹം തന്നെയാണോ ഇവിടെ ആരാധിച്ചിരുന്നതെന്ന് പോയതും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ജ്യോതിഷത്തില് വ്യക്തമായിട്ടും അത് ധന്വന്തരി മൂർത്തിയാണെന്ന് വ്യക്തമായിട്ട് അതില് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും കിണറിന്റെ സ്ഥാനം ഇവിടെ തന്നെയായിരുന്നു? ആണ്. അത് ജ്യോതിഷത്തിൽ കാണാൻ പറ്റും. ജ്യോതിഷത്തില് അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഈ എവിടെയാണ് ഓരോ സ്ഥാനങ്ങളും നിർണ്ണയിക്കാനുള്ള ഇത് നമ്മുടെ ജ്യോതിഷത്തിലുണ്ട്. ഓരോ രാശിപ്രകാരം നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. കൃത്യമായിട്ട് ആ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് തന്നെയാണ് വാസ്തുവിദഗ്ധനും വന്നിട്ട് അവർക്ക് കിണർ കാണിച്ചു കൊടുത്തുള്ളത്. അവിടെ തന്നെയാണ് ഖനനം ചെയ്തിട്ടുള്ളതും അവിടെ നിന്നാണ് ഈ വിഗ്രഹങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുള്ളത്. വേറെന്താ പിന്നെ കിട്ടിയത്? പിന്നെ എന്താ കുടം, ഈ കുടം മണ്ണിന്റെ കുടമാണ്. ഇത്രയും കാലം അത് അതിന്റെ ഉള്ളില് യാതൊരു കേടും കൂടാതെ അതിന്റെ ഉള്ളിൽ കിടന്നിരുന്നു. അതോടൊപ്പം തന്നെ അത് കുറെ പീഠങ്ങളുടെ കല്ലുകളൊക്കെ ഇട്ട് കിട്ടി. നമ്മൾ ഫസ്റ്റ് ആദ്യം വരുമ്പോ ആ ഒരു പീഠം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ബാക്കി ഇതൊക്കെ പിന്നെ കിട്ടിയതാണ്. പിന്നെ ഈ കുടം കിട്ടിയാണ് ആ വിഗ്രഹത്തിന്റെ. പക്ഷെ കൂടുതൽ പിന്നെ ഖനനം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ചില പങ്കടി കിണറിന്റെ സൈഡിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ബാക്കി മറ്റേ ഈ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം കഴിഞ്ഞിട്ടൊരു പ്രാധാന്യമുള്ള ക്ഷേത്രം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞില്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അന്ന് ശരിക്ക് പ്രശ്നവശാൽ ഒരു വശം വടക്കുന്നാലും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വടക്കുന്നാലും അഷ്ടമാന പ്രശ്നം വെച്ചിട്ട് ഈ ഭാഗത്തു നിന്നും വടക്കുന്നാഥനിലേക്ക് ഒരു അവിടേക്ക് വേണ്ട നെല്ല് കൊണ്ടുപോകുന്നത് ഈ തെട്ടിശ്ശേരി, നെല്ലങ്കര, ഈ മുക്കാട്ടിന്റെ ഭാഗത്തു നിന്നാണെന്ന് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും വ്യക്തമല്ലാതെ കിടന്നിരുന്ന ഒരു കാര്യമായിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ പ്രശ്നം വെച്ചപ്പോ പണ്ട് അവിടേക്ക് ആവശ്യമുള്ള നെല്ലുകളെ കൊണ്ടുവന്നത് ഇവിടെയായിരുന്നു. അപ്പൊ ഇത് ഇവിടെ നിന്നായിരുന്നു അവിടേക്ക് കൊണ്ടുപോയിരുന്നതും. അന്ന് ഈ എന്താ പറയാ ബ്രാഹ്മണരുടെ മേൽക്കോയ്മയുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതായ ദേവകോപം, വടക്കുന്നാഥന്റെ കോപമാണ് മുഖ്യ ഹേതുവായിട്ട് ഇവിടെ ഈ ക്ഷേത്രം നശിക്കാനുള്ളൊരു പ്രധാന കാരണമായിട്ട് കാണുന്നത്. ഒരുപക്ഷെ അവിടേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ചടങ്ങ് പോയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ. അവിടെ നിന്ന് വടക്കുന്നാഥന്റെ കോപം മൂലമാണ് ഈ ക്ഷേത്രത്തിന് നാശം ഉണ്ടാവുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ആ ഒരു പ്രൗഢിയിൽ ഇവിടെ വേദങ്ങളും മന്ത്രങ്ങളും ജപിച്ച് വളരെയധികം പ്രൗഢിയോടുകൂടി വരുന്ന ഒരു ക്ഷേത്ര വളരെ ഇതായിരുന്നു. എന്നുവെച്ചാൽ ധന്വന്തരി മൂർത്തിയുടെ ഇവിടെ വന്നിട്ട് പല ബിഷഗ്രന്മാരും വന്ന് ജപം വരുന്നുള്ള ഒരു സ്ഥാനമാണെന്ന് കാണുകയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഭഗവാന്റെ എന്തോ ഒരു കോപത്തിന് ഹേതുവായിട്ട് ഈ സ്ഥലത്തിന് തന്നെ മണ്ണാറക്കുണ്ട് എന്നാണ് പേര് ശരിക്കുണ്ടായിരുന്നത് ആദ്യം. അതൊരു പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു അഗ്നിക്ക് ഇടയായിട്ട് അഗ്നി മൂലം ഈ ഭാഗത്തിന് എന്തെങ്കിലും കോപം സംഭവിച്ച് ഇവിടെ മണ്ണ് ആറാതെ നിന്നുകൊണ്ട് മണ്ണാറക്കുണ്ടായതായിരിക്കാം. അങ്ങനെ ഒരു സ്ഥലമായിട്ട് പോയിട്ടുള്ളതായിരിക്കാം ആ പേര്
പേരിവിടെ നിലനിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. അത് ഇപ്പോഴും പ്രാബല്യത്തിന് മണ്ണാർക്കുണ്ട് എന്നുള്ളൊരു വിളിയുണ്ട് ഇവിടെ. വളരെ ശക്തിമത്തായിട്ടുള്ളതായ ഈ ചൈതന്യം ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ദേശവാസികൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ അവർക്ക് അഭിവൃദ്ധിയെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കാണുകയുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പോൾ ഇതൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളതും ഇതിൻ്റെ ആരംഭങ്ങളുണ്ടായിട്ടുള്ളൂ. പക്ഷേ ജനങ്ങളിൽ നിന്ന് വളരെ സഹകരണം ഉണ്ടാവുന്നത്, അതുകൊണ്ട് വളരെ പുരോഗതി പെട്ടെന്ന് ഉണ്ടാവും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നുകൂടി വേണമെങ്കിൽ നിർണ്ണയം ചെയ്യാൻ, ഈ സ്ഥലത്തിനെ നിർണ്ണയം ചെയ്യാൻ, ഈ സ്ഥലത്തിനെ സംബന്ധിച്ച് പറയാനായിട്ട് നമ്മുടെ വേഴപ്പറമ്പ് തിരുമേനി ഇപ്പോൾ സ്ഥലത്തുണ്ട്. അദ്ദേഹമായിട്ട് അഭിമുഖം ചെയ്താൽ അദ്ദേഹം വേണ്ടത് പറഞ്ഞു തരും. അദ്ദേഹം തയ്യാറാണ് അതിന്. പിന്നിലുണ്ട്, അദ്ദേഹമായിട്ട് ഒരു അഭിമുഖം നടത്തി തിരുമേനി പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട്. ഈ ക്ഷേത്രത്തിൻ്റെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയായാലും നമ്മളിവിടെ നിന്ന് വന്ന് നോക്കുമ്പോൾ ഒരു 100-800 കൊല്ലം മുമ്പ് വളരെ ഭംഗിയായിട്ട് രാജകീയമായിട്ട് നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമാണ് നെല്ലങ്കര ശ്രീ ധന്വന്തരി മൂർത്തി ക്ഷേത്രം. അതിൻ്റെ അടയാളങ്ങളും ഇവിടെ കാണാനുണ്ട്. എന്തോ കാരണത്താൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇത് നശിക്കപ്പെട്ടു എന്ന് പറയണേക്കാൾ കൂടുതൽ നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ആരാണ് എന്താണെന്ന് നമുക്കറിയില്ല. നശിപ്പിച്ച് വിഗ്രഹം തച്ചുടച്ച് ക്ഷേത്രങ്ങളും തല്ലിപ്പൊളിച്ച് ആരാധനകളൊന്നും ഇല്ലാതെ കണ്ട് നശിച്ചു കിടക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നുപെട്ടത്. എന്നെ ബാലം വാര്യർ എന്ന് പറഞ്ഞ ആളാണ് ഒരു ദിവസം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു അമ്പലം നശിച്ചു കിടക്കുന്നുണ്ട്, അവിടെ വന്ന് ഒന്ന് കിണറിന് സ്ഥാനം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞു, സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. ഞാനിവിടെ വന്ന് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ശ്രീകോവിലിൻ്റെ തറയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അടയാളങ്ങൾ കിടക്കുന്നുണ്ട്, ഒരു പീഠം കിടക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് ഒരു സ്ഥാനം കാണിച്ചു കൊടുത്തു. ഇത് പഴയ കിണറുണ്ടായിരിക്കാൻ സാധ്യതയുള്ള സ്ഥാനമാണ്. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പുതിയ സ്ഥലം അന്വേഷിക്കാം എന്ന് പറഞ്ഞൊരു സ്ഥാനത്ത് കുറ്റി വെച്ച് കൊടുത്തു. ഇത് കുത്തുമ്പോൾ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ബിംബത്തിൻ്റെ അവശിഷ്ടം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വാര്യർ സന്തോഷത്തോടു കൂടി വിളിച്ചു. അവിടെ കിണർ അവിടെ തന്നെ ആയിരുന്നു. എന്താ വെച്ചാൽ പഴയ കിണറിന് കിട്ടി, അതിൽ നിന്ന് താത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസം കൂടി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു വിഗ്രഹം കിട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് വിഗ്രഹത്തിൻ്റെ ഭാഗം കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൽക്കാലം സൂക്ഷിച്ചു വയ്ക്കും, ഇനി നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് തന്ത്രിയായിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞ് അത് എടുത്തു വയ്ക്കാൻ പറഞ്ഞു. പിന്നീട് പല പ്രാവശ്യം ഇവിടെ വരികയും ചെയ്തു. ശ്രീകോവിലിൻ്റെ കണക്കനുസരിച്ച് പഴയ അടിത്തറ അനുസരിച്ച് കണക്കുകളെല്ലാം ഉണ്ടാക്കി അവർക്ക് കമ്മിറ്റിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാവരിൽ നിന്നും എല്ലാ നാട്ടിൽ നിന്നും വളരെ വ്യത്യാസമായിട്ട് എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടുന്ന് ആദ്യം വരുന്ന മുതൽക്ക് തന്നെ എപ്പോഴും ഒരു 10-600 ആളുണ്ടാവും ഇവിടെ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയിട്ട് വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട്. എല്ലാ സമയത്തും ഒരു 10-600 ആൾ ഇവിടെ. ഞങ്ങളിവിടെ വരുമ്പോഴേക്കും എവിടുന്നെങ്കിലുമൊക്കെ അറിഞ്ഞ ആൾക്കാരെത്തും. നാമം ജപം ഉച്ചയാകുമ്പോഴേക്കും, ഉച്ചയ്ക്കാണ് ഉള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഭക്ഷണം എത്തിക്കും. വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് ആണ്. ഇതാ ഒരു പൂർവിക ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ് കാണുന്നത്. ഇതിനി നമുക്ക് ഇവിടുന്ന് ശ്രീകോവിലിൻ്റെയൊക്കെ പ്ലാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അമ്പലം പണിത് പ്രതിഷ്ഠിക്കണം. ഇന്നിപ്പോൾ ബാലാലയ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുണ്ട്. അനുജ്ഞ 7 കൊല്ലത്തേക്കാണ്. 7 വർഷത്തിനുള്ളിൽ ശ്രീകോവിലും അമ്പലം പണിത് ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠിക്കണം. മറ്റതൊക്കെ മുഴുവനായില്ല എന്ന് വെച്ചാൽ സാരമില്ല. ശ്രീകോവിലായി കഴിഞ്ഞാൽ പ്രതിഷ്ഠ കഴിക്കാം, അത് ശാസ്ത്ര നിയമമാണ്. അതിന് എല്ലാവരും ഒത്തൊരുമിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു അമ്പലം ഉണ്ടാക്കുന്നതിൻ്റെ 100 കണക്കിന് 1000 മടങ്ങ് ഫലം കിട്ടും, ലക്ഷക്കണക്കിന് മടങ്ങ് ഫലം കിട്ടും ഒരു ജീർണിച്ച് കിടക്കുന്നതായിട്ടുള്ള അമ്പലം പുനരുദ്ധാരണത്തിന്. അതിൽ പങ്കാളികളാവാൻ സാധിച്ചാൽ അത് മനസ്സുകൊണ്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാവരും അതിൽ പങ്കെടുത്ത് ഈ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ദേവനെ പ്രതിഷ്ഠിച്ച് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് അതിൻ്റെ ഭാഗഭാക്കാവാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി തിരുമേനി. ഇതൊരു മണ്ണിൻ്റെ കുടാട്ടാ. ഈ ഒരു കുടം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുടം ഈ കിണറ്റിൽ നിന്ന് കിട്ടിയതാട്ടാ. അപ്പോൾ എത്ര വർഷങ്ങൾ പഴകിയ ഒരു കുടമാണ് കേട്ടോ അത്. മണ്ണിൻ്റെ അടിയിൽ ഒരു കുഴപ്പമില്ലാണ്ട് കിടക്കായിരുന്നു എന്ന് പറഞ്ഞേ. നമ്മൾ ആദ്യം വരുമ്പോൾ ഈ ഒരു സോപാനവും ആ ഒരു പീഠവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
വിഗ്രഹത്തിൻ്റെ ഫോട്ടോസ് ഞാൻ വീഡിയോ കാണിച്ചു തന്നില്ലേ. വളരെ ഭംഗിയായിട്ട് നടന്നു തന്നെയപ്പോ നടത്തിപ്പുകാരൊക്കെ പറയണത്. എല്ലാ മാസത്തിലും പൂജ. ഇപ്പൊ നിലവിൽ ഇപ്പൊ എല്ലാ മാസവും പൂജ ഉണ്ടായിരുന്നല്ലോ. എല്ലാ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച പൂജ. ആ പൂജയും കൂടെ ഇപ്പൊ ഇന്ന് നടന്നിട്ടുണ്ട്. ഇന്ന് നടന്നല്ലേ. പിന്നെ എല്ലാ വ്യാഴാഴ്ചയും നാമജപം ഉണ്ടാവാറുണ്ട്. വിഷ്ണു സഹസ്രനാമം. എല്ലാവരും നല്ല ആക്റ്റീവ് ആണല്ലേ എല്ലാവരും ഭയങ്കര സഹകരണ ഈ ഭാഗത്തുള്ളവരൊക്കെ അതാണ് ഇത്രയും ഇതായിട്ട് ഇങ്ങനെ വരുന്നത്. ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഭക്തജനങ്ങളുടെ മനസ്സിൽ അമ്പലം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി അത് യാഥാർത്ഥ്യത്തിലുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. മനസ്സിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ആയിക്കഴിഞ്ഞു. എല്ലാവരും അതേപോലെ തന്നെ എല്ലാവരും വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക്. ആ മനസ്സിലുള്ള ആ പ്രതീകം ഇനി ക്ഷേത്രമായിട്ട് വരട്ടെ വരും എന്ന് തന്നെയാണ്. മാതൃസമിതി എന്ന് പറഞ്ഞാല് ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ. ആണല്ലേ. ഭയങ്കര രാവും പകലില്ലാണ്ട് എല്ലാത്തിലും മുൻപന്തിയിൽ അവര് ഇവിടുത്തെ മാതൃസമിതി. ശരി. മോഹൻദാസ് ഏട്ടൻ, പ്രമോദ് ഏട്ടൻ, നമ്മൾ മുൻപ് ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഇവരാണ് ഉണ്ടായിരുന്നത്. ഇവരാണ് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത്. ഇപ്പോൾ പ്രമോദ് ഏട്ടനാണ് എന്നെ രണ്ടാമത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ഈ ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠയുടെ കാര്യമൊക്കെ പറഞ്ഞ് വിളിച്ചത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ ഇവർ പറയും. ചേട്ടാ, ഇനിയിപ്പം നമ്മൾ എന്താണ് ഭാവിയിലേക്ക് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണോ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്നൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ആദ്യം നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ശ്രീകോവിലാണ് ആദ്യം പണിയണത്. ഈ ശ്രീകോവിൽ പണിത് പുതിയ പ്രതിഷ്ഠ വെച്ച് അതിനുശേഷം ക്ഷേത്ര സമുച്ചയം നമ്മൾ 2031 അവസാനിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രോജക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം മുഴുവൻ വാങ്ങിക്കണം. നമ്മുടെ വേഴപ്പറമ്പ് ചിത്രഭാനു തിരുമേനിയുടെ സംസാരത്തിൽ, അതായത് പ്രവർത്തിയിൽ നമുക്ക് മനസ്സിലാക്കിയത് 1 ഏക്കർ 65 സ്ഥലം ഇവിടെയുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെതായിട്ട് 1 ഏക്കർ ആവശ്യമുണ്ട്. 65 സെന്റ് ആണ് നമ്മളിവിടെ കാണുന്നെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ശരിക്കും പറഞ്ഞാൽ 7 സെന്റ് മാത്രമേ ഈ ക്ഷേത്രം ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു ഇതില് 7 സെന്റാണ് ക്ഷേത്രത്തിൻ്റെതായി നമുക്ക് അവകാശപ്പെടാനുള്ളത്. അപ്പോൾ ഇതിന്റെ ചുറ്റുമുള്ള ഭൂമി വാങ്ങിക്കണം, അതോടൊപ്പം തന്നെ ക്ഷേത്ര സമുച്ചയം പണിയണം. വലിയൊരു പ്രോജക്റ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലും എല്ലാ വിചാരിച്ചാലും കൂടുതൽ ഭക്തജനങ്ങളുടെ ഒരു സാമീപ്യവും അതോടൊപ്പം തന്നെ അവരുടെ സഹായവും എല്ലാം കൊണ്ടും, അതായത് പ്രവൃത്തി കൊണ്ടും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും അവർ ചെയ്തിട്ടുണ്ട്. ഭഗവാൻ ധന്വന്തരിമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ പേര് പ്രമോദ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വളരെ വിരളമായിട്ടാണ് നമുക്ക് ധന്വന്തരിയുടെ ക്ഷേത്രങ്ങളുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഇതിൽ വിശേഷം എന്ന് പറഞ്ഞാൽ രോഗാമയൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും മാറ്റാനായിട്ട്, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും മാറ്റാനായിട്ട് നമുക്ക് ഉപകരിക്കുന്ന ഒരു ദൈവം കൂടെയാണ്. അപ്പോൾ അതിൻ്റേതായ ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പ്രതിഷ്ഠ കണ്ടതു മുതൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഭക്തനും അവനവനാൽ കഴിയുന്ന സഹായങ്ങൾ താഴെ കാണുന്ന നമ്പറിലോ അക്കൗണ്ടിലോ ചെയ്ത് സഹായിക്കണമെന്ന് ഇതിനും കൂടെ ഒപ്പം അതിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രമോദേൻ്റെ നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം, സഹായിക്കാം. അപ്പോൾ വേറെ എല്ലാ കാര്യങ്ങളും ഏകദേശം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ശരി, നന്ദി കേട്ടോ. ശരി. തൃശ്ശൂർ നല്ലങ്കരയിലുള്ള ധന്വന്തരിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. നേരത്തെ പറഞ്ഞ പോലെ മുൻപ് ഏകദേശം 1.5 വർഷം മുൻപ് ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് ചുമ്മാ ഒരു സോപാനവും ക്ഷേത്രം നിന്നിരുന്ന ഒരു മൺതിട്ടേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് കിണർ കുഴിച്ച് അതിൽ നിന്ന് വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വീണ്ടെടുത്തു ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠ നടത്തുന്ന ചടങ്ങായിരുന്നു ഇന്ന് നടന്നിരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെ ഫോൺ നമ്പറൊക്കെ വീഡിയോയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം, സഹായിക്കാം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.